സ്കന്ധം 3 അധ്യായം 11 മുതൽ ഉള്ള ഭാഗങ്ങൾ 2 ദിവസങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ വെബിനാറിന്റെ ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതിനായിട്ട് ബിജു പട്ടശ്ശേരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പട്ടശ്ശേരി ബിജു, ബാച്ച് 3 പഠിതാവാണ്. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വൈശാഖ മാസാചരണം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തുന്നത് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ശ്രീമതി ഡോക്ടർ ജ്യോത്സ്ന ജി ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും JRF-ഓടുകൂടി റിസർച്ചും MA MPhil എക്സാമിനേഷനും പാസ്സായിട്ടുണ്ട്. 18 പുരാണങ്ങളിൽ ഒന്നായ ബ്രഹ്മാണ്ഡ പുരാണം പരിഭാഷപ്പെടുത്തി DC ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2500 എപ്പിസോഡോളം ഉള്ള കാളിദാസ മാധുരി എന്ന കൊച്ചി FM പരിപാടിയിൽ കാളിദാസ കൃതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നാഷണൽ ഇന്റർനാഷണൽ ജേർണലുകളിൽ അനവധി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കറന്റ് ട്രെൻഡ്സ് ഇൻ റിസർച്ച് എന്ന പുസ്തകം കോഴിക്കോട് സർവകലാശാലയ്ക്ക് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. ഫോണോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് സംസ്കൃത് എന്ന പുസ്തകം ആർഷപ്രകാശം പബ്ലിക്കേഷൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ ആണ് ശ്രീമതി ജ്യോത്സ്ന. ശ്രീമതി ജ്യോത്സ്നയെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ഉദ്യമത്തിന്റെ നെടുംതൂണും ഉത്തരമേഖല സെക്രട്ടറിയുമായ ശ്രീ എടക്കഴിപ്പുറം ശ്രീരാമേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം അഭിവന്ദ്യ ഗുരുനാഥനായ ശ്രീ ഹരിയേട്ടനും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ തന്ത്രി സമാജം ഭാരവാഹികളെയും പൂജാപഠനം പഠിതാക്കളെയും അന്തർജന സഭയിലെ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദേവി ഭാഗവതം സ്കന്ധം 3 11 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണത്തിനായി ശ്രീമതി ജ്യോത്സ്നയെ ആദരപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. വളരെ സന്തോഷം. ഈശ്വര പ്രഭാഷണം തുടങ്ങാം. എല്ലാ ഗുരുനാഥന്മാർക്കും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ദേവി ഭാഗവതം എന്ന പുസ്തകത്തെ സംസ്കൃതം മൂലം എടുത്ത് അധികം വായിക്കാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടായിട്ടില്ല. എപ്പോഴും മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും എന്നെ സംബന്ധിച്ച് ദേവി ഭാഗവതം ഒരു സൈഡിൽ വെക്കുന്ന ഒരു പ്രകൃതമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലം മുതലേ ദേവി ഭാഗവതത്തിന്റെ മലയാള പരിഭാഷ അത് എൻ്റെ മുത്തശ്ശിക്കൊക്കെ വായിച്ചു കൊടുത്തിട്ടാണ് ദേവി ഭാഗവതത്തെ പരിചയപ്പെട്ടത്. സംസ്കൃതം മൂലം വായിക്കേണ്ട ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല, അതിനുള്ള അവസരവും വന്നിട്ടില്ല. എന്തോ അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിന് സത്യസന്ധമായി ഞാൻ പറയട്ടെ, ഈ ഒരു പുസ്തകത്തെ ഒന്ന് വായിച്ചു നോക്കാനുള്ള, ഇതിലെ കഥകളും സംഗതികളൊക്കെ കുറെ അറിയാം എങ്കിൽ കൂടി ഇതിന്റെ മൂലഭാഷയില് പരിചയപ്പെടൽ അത് അധികം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പുരാണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഹിന്ദു മിത്തോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായി കരുതപ്പെടുന്ന ഇവയെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഒക്കെ വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിലെ സാഹിത്യം എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കഥകളിലൂടെ അത് കടന്നു പോകുമ്പോഴും എന്തെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ സ്പർശിച്ചുകൊണ്ടാണ്
ഈ ഗ്രന്ഥങ്ങളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഭാഷാപരമായിട്ടും ഭാവപരമായിട്ടും ധാർമ്മികമായിട്ടും ആധ്യാത്മികമായിട്ടും ഇതേപോലെ ഏതൊരു രംഗം നമ്മൾ എടുത്തു നോക്കിയാലും ആ രംഗത്തെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കടന്നുപോയിട്ടുള്ള ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിൽ പുരാണങ്ങൾ എന്നും പ്രസക്തമാണ്. ആ കൂട്ടത്തിൽ ദേവി ഭാഗവതത്തെ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത് കുറച്ച് അധികം മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ. മലയാള ഗ്രന്ഥമേ പരിചയപ്പെട്ടിട്ടുള്ളൂ, സംസ്കൃതം മൂലം മുഴുവനായിട്ട് വായിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ എന്നാലും ഞാൻ വായിച്ച ഭാഗങ്ങൾ എടുത്തു വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള മറ്റു പുരാണങ്ങളിലും മറ്റു കഥകളിലും മറ്റു ഇതിഹാസങ്ങളിലും ഒക്കെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള അംശങ്ങളെ, ആ ഭാഗങ്ങളെ ഒക്കെ തന്നെ ഈ കഥയിൽ സാന്ദർഭികമായി ഉദ്ധരിക്കുകയും അതിന്റെ ധർമാധർമ്മ വിവേചനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ദേവി ഭാഗവതത്തെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതാണ്. രണ്ടാമത്തേത്, വളരെ മനോഹരമായ, ഏത് മനുഷ്യനും ഒരു സാമാന്യ ഭാഷാ പരിജ്ഞാനമുള്ള ആർക്കും മനസ്സിലാകുന്ന സരളമായ ഒരു ഭാഷയും ചില പദങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് ഒഴിവാക്കിയാൽ മറ്റ് വളരെ സരളമായ ഒരു ഭാഷയും സരളമായ ഒരു ആഖ്യാന ശൈലിയും ഒക്കെ ഈ ഗ്രന്ഥത്തിനുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന, ഇന്നലെ ഇതിന്റെ 11-ാം അധ്യായം വരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും, 10-ാം അധ്യായം വരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അത് അവിടെ 10-ാം അധ്യായത്തിൽ തുടങ്ങിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ജമദഗ്നി മഹർഷി ചോദിക്കുകയാണ്, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ, അതുപോലെ വരുണൻ, അഗ്നി, കുബേരൻ, വായു, ത്വഷ്ടാവ്, സ്കന്ദൻ, ഗണാധിപൻ, സൂര്യൻ, അശ്വനീ ദേവന്മാർ, ഇങ്ങനെ ഒരുപാട്, ഉഷാവ്, ഭഗൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, ഇവയിൽ ആരാണ് ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് ജമദഗ്നി മഹർഷി ചോദിക്കുന്ന ചോദ്യത്തിന് ലോമശൻ, ഇത് ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ലോമശൻ എന്ന മഹർഷി ഉത്തരം പറയുകയാണ്, സേവനീയതമാശക്തി സർവേഷാം ശുഭമിച്ഛതാം പരാപ്രകൃതിരാദ്യാച സർവജാ സർവദാ ശിവ എന്നാണ്. അതായത് ശുഭം ആഗ്രഹിക്കുന്ന എല്ലാവരും അവശ്യം സേവിക്കേണ്ടത് ശക്തിയെയാണ് എന്നും അവൾ ആദ്യയായ പരാപ്രകൃതിയും എല്ലായ്പ്പോഴും എങ്ങും നിറഞ്ഞ ശിവയുമാണ്. മറ്റ് എല്ലാ ദേവന്മാരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദേവിയെയാണ് ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ടത്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ദേവന്മാരിൽ ഒരാളെ പോലും ഉദ്ധരിക്കാതെ ഈ ലോമശ മഹർഷി പറഞ്ഞത് പരാശക്തി സേവ്യ എന്നാണ്. ദേവാനാം ജനനീ സൈവ ബ്രഹ്മാദീനാം മഹാത്മനാം എന്ന് പറയാം. അതായത് അത് ആ ആദിപ്രകൃതിയാണ്. ആദിപ്രകൃതി മൂലം സംസാര പാദപസ്യ എന്നൊക്കെ, സംസാര പാദപസ്യ വൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ തന്നെയാണ് ദേവന്മാരുടെയൊക്കെ അമ്മയായിട്ടുള്ളത്. അപ്പൊ ദേവന്മാർക്ക് ജന്മം നൽകുന്ന അവളെയാണ് ആദ്യം സേവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ഷരം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് പരമമായിട്ടുള്ള ഫലം നേടിയത് എന്നുള്ള കഥ പറയാൻ തുടങ്ങി. ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ബീജമന്ത്രം, അതായത് ദേവിയുടെ ബീജമന്ത്രം ഉച്ചരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളെയും അതിനോടനുബന്ധിച്ചുകൊണ്ട് മറ്റുള്ള കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് ധർമാധർമ്മ വിവേചനം നടത്തുന്നു നമുക്ക് കാണാം. അതായത് ഒരു അക്ഷരം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് പരമമായ ഫലത്തെ നേടിയത് എന്നുള്ള കഥയാണ് പറയാൻ തുടങ്ങുന്നത്. കോസല ദേശത്ത് ദേവദത്തൻ എന്ന ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനം ഉണ്ടായിരുന്നില്ല. പുത്രൻ ഉണ്ടാവാൻ വേണ്ടി വിധി അനുസരിച്ച് അദ്ദേഹം യാഗം നടത്തി. അതില് പൈലൻ എന്ന് പറഞ്ഞ ഒരു മഹർഷിയെ പ്രസ്തോതാവായിട്ടും ഗോഭിലനെ ഉദ്ഗാതാവായിട്ടും അതുപോലെ അവിടെ എത്തിച്ചേർന്ന മറ്റു മുനിമാരെയൊക്കെ സദസ്യരായിട്ടും കൽപ്പിച്ചിട്ട് വിധി അനുസരിച്ചുകൊണ്ട് എല്ലാവർക്കും ദക്ഷിണ നൽകി ഈ യാഗം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാമവേദത്തിന്റെ ഉദ്ഗാതാവായി കൽപ്പിക്കപ്പെട്ട ഗോഭില മുനി സപ്തസ്വരങ്ങളിലൂടെ ഈ രഥന്തര മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വരിതസ്വരത്തിൽ അതിങ്ങനെ ഗാനം ചെയ്യുമ്പോൾ
വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ശ്വാസം എടുക്കേണ്ടി വന്നു. ശ്വാസം എടുക്കേണ്ടി വന്ന സന്ദർഭത്തിൽ ഈ മന്ത്രോച്ചാരണം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് സ്വരത്തിൽ പിഴ വരികയും ഈ ദേവദത്തൻ, സ്വയം ഒരു പണ്ഡിതനായിട്ടുള്ള ദേവദത്തൻ, ക്രുദ്ധനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മൂർഘോസി മുനിമുഖ്യാദ്യ സ്വരഭംഗസ്ത്വയാ കൃതഃ കാമ്യകർമ്മണി സഞ്ജാതേ പുത്രാർത്ഥം യജതശ്ചമേ. അതായത്, അല്ലയോ മുനീശ്വര, അങ്ങ് മൂർഖനാണ്. ഒരു യാഗം നടത്താൻ വന്നിട്ടുള്ള ആളോട് അങ്ങ് മൂർഖനാണ് എന്ന് പറയാണ് യജമാനൻ. പുത്രപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ സകാമ യജ്ഞത്തിൽ സ്വരഹീനമായിട്ട് മന്ത്രം ഉച്ചരിച്ചു അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടുക. ഇത് കേട്ടിട്ട് ഗോകുലന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ദേവദത്തനോട് പറഞ്ഞു, അങ്ങേക്ക് ഷഠനും മൂർഖനും മൂകനുമായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവട്ടെ. നോക്കണേ വിപരീതാഭാസം. അതായത് പുത്രൻ ഉണ്ടാവാൻ വേണ്ടി നടത്തിയ യാഗത്തിന്റെ ആചാര്യൻ തന്നെ, അതായത് അദ്ദേഹം തന്നെ, അതിന്റെ പുരോഹിതൻ തന്നെ ഇദ്ദേഹത്തെ ശപിക്കുകയും ഷഠനും മൂർഖനും മൂകനുമായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ തന്നെയല്ല, അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയാണ്, താൻ ചെയ്തത് എന്താണ്? സാമവേദത്തിന്റെ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഉച്ചരിച്ചതിൽ അല്പം ഈ ശ്വാസോച്ഛ്വാസം എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിലൊരല്പം പിഴവ് വന്നു എന്നുള്ളത് ആണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. പുരോഹിതൻ പറയാൻ അതിന് അദ്ദേഹം ന്യായീകരണം പറയാണ്, സർവപ്രാണി ശരീരേതു ശ്വാസോച്ഛ്വാസം സുദുർഗ്രഹഃ നമേത്ര ദൂഷണം കിഞ്ചിത് സ്വരഭംഗേ മഹാമതേ എന്നാണ്. അതായത്, അല്ലയോ മഹാമതേ, സർവപ്രാണികളുടെയും ശരീരത്തില് ശ്വാസം വന്നും പോയിക്കൊണ്ടുമിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ മേൽ ആർക്കും ഒരു അധികാരമില്ല. ഇപ്പൊ എന്റെ ശരീരത്തിലുള്ള ഈ വന്നുകൊണ്ടിരിക്കുന്ന ശ്വാസത്തെ നിയന്ത്രിക്കാൻ ഇതിനെ ആർക്കും അധികാരമില്ല. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വരഭംഗം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഞാൻ അപരാധിയല്ല. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വന്നാൽ അറിയാതെ ഞാനത് നിർത്തിപ്പോകും. അതൊരു അപരാധമാവുന്നത് എങ്ങനെ എന്ന് ചോദിക്കാം. ഇപ്പൊ ഗോകുലന്റെ ഈ ഒരു വാക്ക് ഇങ്ങോട്ട് കേട്ടപ്പോ വളരെ ദുഃഖിതനായിട്ട് ദേവദത്തൻ പറഞ്ഞു, മുനിമാർക്കൊരിക്കലും കോപിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ലല്ലോ, സദാ സുഖം നൽകുന്നവരെയാണ് മുനിമാരെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തിനാണ് അങ്ങ് എന്നെ ശപിച്ചത്? പുത്രനില്ലാതെ ദുഃഖിക്കുന്ന എന്നെ വീണ്ടും അങ്ങ് ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തത്? മൂർഖനായ ഒരു പുത്രൻ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലത് പുത്രൻ ഇല്ലാതിരിക്കുന്നതാണ്. അങ്ങനെ പതിതരായ ബ്രാഹ്മണരെ എങ്ങനെയൊക്കെ കണക്കാക്കണം, അവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, പതിതരാവുന്നവരെ കുറിച്ച് ഒക്കെ ഈ ദേവദത്തൻ വളരെ വിശദമായിട്ട് അവിടെ ഒരു പ്രഭാഷണം നടത്തി. 10-ാം അധ്യായത്തില് ഈ കൃപാംഗുരു എന്നിട്ട് അവസാനം കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൃപാംഗുരു മഹാഭാഗ ശാപസ്യാനുഗ്രഹം പ്രതി ദീനോദ്ധാരണ ശക്തോസി പതാമി തവ പാദയോഹോ എന്നാണ്. അല്ലയോ അങ്ങ് എന്നോട് കൃപ കാണിക്കൂ, ഈ ശാപത്തിന് ഒരു അനുഗ്രഹം തരാൻ വേണ്ടി അങ്ങ് എന്നോട് കൃപ കാണിക്കൂ. അങ്ങ് ദീനന്മാരെ ഉദ്ധരിക്കാൻ ശക്തനാണല്ലോ. അങ്ങയുടെ കാല് ഞാൻ പിടിക്കാം, ദയവ് ചെയ്ത് എന്നെ ഒന്ന് എനിക്ക് ശാപമോക്ഷം തരൂ എന്ന് കേട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ഇദ്ദേഹം കരഞ്ഞ് വളരെ വിഷണ്ണനായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സലിഞ്ഞ ഗോപുരൻ പറഞ്ഞു, മൂർഖോ ഭൂത്വാ സുതസ്തേ വൈ വിദ്വാനപി ഭവിഷ്യതി എന്ന് പറഞ്ഞു. അതായത് യജ്ഞം പൂർത്തിയാക്കിയ ആദ്യം നിന്റെ മകൻ മൂർഖനായിട്ട് ജനിക്കും, പക്ഷേ പിന്നീട് വിദ്വാനായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ആ ശാപത്തിന് മോക്ഷം നൽകുകയാണ്. ഇങ്ങനെ യജ്ഞം പൂർത്തിയാക്കിയ ദേവദത്തന്റെ സുന്ദരിയും പതിവ്രതയും ഒക്കെയായ ഭാര്യ ഗർഭിണിയാവുകയും രോഹിണി നക്ഷത്രത്തിൽ ഉദധ്യൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. ഗുരു അദ്ദേഹത്തെ വേദം പഠിപ്പിച്ചു. കുട്ടി ഒരക്ഷരം പോലും ഉച്ചരിച്ചില്ല. വേദം പഠിപ്പിച്ചുവെങ്കിലും ഒരക്ഷരം പോലും ഈ കുട്ടി ഉച്ചരിച്ചില്ല. അച്ഛൻ പല പ്രകാരത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവന്റെ ബുദ്ധിയിൽ ഇതൊന്നും കടന്നില്ല. തന്നെയല്ല, അവനെ കുറിച്ച് ഓർത്ത് അച്ഛൻ വളരെയധികം ദുഃഖിക്കാൻ തുടങ്ങി. 12 വർഷം പഠിപ്പിച്ചിട്ടും വിധിപൂർവം സന്ധ്യാവന്ദനം ചെയ്യാൻ പോലും ഈ കുട്ടിക്ക് അറിയില്ല. ഇപ്പൊ ലോകം മുഴുവൻ ഇവൻ മൂർഖനാണ് എന്ന വാർത്ത ഇങ്ങനെ പരന്നു. ഇങ്ങനെ ജനങ്ങളും ബന്ധുക്കളും ഒക്കെ അവനെ നിന്ദിക്കാൻ തുടങ്ങി.
ഇങ്ങനെ നിന്ദിക്കപ്പെട്ടിട്ടുള്ള ഇവന് വൈരാഗ്യം വരികയാണ്. ആലോചിച്ച് നോക്കണേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ നിന്ദിച്ചാൽ അവന് വൈരാഗ്യം വരുന്ന ആരെയും കണ്ടിട്ടുണ്ടോ? നേരെ പോയിട്ട് അധാർമികമായ ഒരു പാതയിലൂടെ ചരിക്കാനുള്ള ഒരു പ്രവണതയാണ് പൊതുവെ നിന്ദ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹത്തോട് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ? അന്ധനായിരുന്നാലും വേണ്ടില്ല, മുടന്തനായിരുന്നാലും വേണ്ടില്ല, മൂർഖനായ തീരെ കൊള്ളരുതാത്തവൻ എന്ന് ആയിപ്പോയ ഒരു പുത്രനായല്ലോ എനിക്ക് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനമ്മമാർ ഇവനെ ആക്ഷേപിച്ചത് കേട്ടപ്പോ ഇവൻ വീട് ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് നടന്നു. ഇങ്ങനെ ഗംഗാതീരത്ത് ഒരു സ്ഥലത്ത് ഒരു പർണശാല കെട്ടി അവിടെ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായിട്ട് അവിടെ അങ്ങനെ കഴിച്ചുകൂട്ടി. അതായത് ഇദ്ദേഹത്തിന് ഒരു വ്രതം. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് എന്താണ് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി എത്ര പതിതനായാലും ശരി, ആ പതിതൻ എന്ന അവസ്ഥയ്ക്ക് എത്രത്തോളം ഒരു താഴ്ച വരാം എന്നുള്ളത് ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, അസത്യം പറയുകയില്ല. ഇവൻ പ്രതിജ്ഞ എടുക്കുകയാണ്. അതായത് ഈ വീട്ടിൽ നിന്ന് ഗംഗാതീരത്ത് പോയി പർണശാല കെട്ടി ആകെ ഇവൻ എടുക്കുന്ന ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും അസത്യം പറയുകയില്ല. അപ്പൊ ആ ബ്രാഹ്മണൻ അങ്ങനെ ബ്രഹ്മചര്യാനിഷ്ഠനായിട്ട് രമണീയമായിട്ട് ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ താമസം തുടങ്ങുകയാണ്. ഇങ്ങനെ ഈ ഒരു ആശ്രമത്തെ താമസവും തുടങ്ങിയതിന് ശേഷമുള്ള ഭാഗമാണ് ഈ 11-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നത്. സത്യവ്രതന് ലഭിച്ച ഒരു സിദ്ധിയെ കുറിച്ചാണ്. ലോമശൻ പറയാണ്, ന വേദാധ്യയനം കിഞ്ചിത് ജാനാതി ന ജപം തഥാ ധ്യാനം ന ദേവതാനാം ച ന ചൈവ ആരാധനം തഥാ. അതായത് ഈ ഉദധ്യൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക്, പർണശാല കെട്ടി താമസിക്കുന്ന ഈ കുട്ടിക്ക് വേദാധ്യയനമോ ജപമോ ധ്യാനമോ ദേവതകളുടെ പൂജയോ ഇതൊന്നും അറിയില്ല. അഷ്ടാംഗയോഗ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആസനവും പോലും ഈ ബ്രാഹ്മണൻ ശീലിച്ചിട്ടില്ല. പിന്നെ പ്രാണായാമത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, പ്രത്യാഹാരം അറിഞ്ഞുകൂടാ. അതായത് 8 അംഗങ്ങൾ ഉണ്ടല്ലോ, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി തുടങ്ങിയിട്ട് 8 അംഗങ്ങളോട് കൂടിയ അഷ്ടാംഗ യോഗങ്ങളൊക്കെ ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുപോലും ഈ കുട്ടിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഭൂതശുദ്ധിയെ പറ്റിയോ അല്ലെങ്കിൽ പരമകാരണത്തെ പറ്റിയോ ഒന്നും, മന്ത്രകീലകം അറിയില്ല, ഗായത്രി അറിയില്ല, സ്നാനവിധി അറിയില്ല, ആചമനം ചെയ്യാൻ അറിയില്ല, അഗ്നിഹോത്രം അറിയില്ല, ബലിദാനം അറിയില്ല, അതിഥികൾക്ക് പൂജ നൽകാൻ അറിയില്ല, യഥാവിധി സന്ധ്യാവന്തനം ചെയ്യാൻ പോലും അല്ലെങ്കിൽ സമിത്ത് ഹോമിക്കാൻ ഒന്നും ഉള്ള ഒരു അറിവ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആകെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് എന്ന് വരുത്തും. മന്ത്രം ഒന്നുമില്ലാതെ ശൂദ്രൻ എങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലെ ഗംഗയിൽ ഇറങ്ങി മുങ്ങും, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. തന്നെ ഉച്ചയാകുമ്പോ കാട്ടു പോയിട്ട് വല്ല കാട്ടുപഴങ്ങളും ഒക്കെ തിന്നും. എതിർച്ചയാ കിട്ടുന്നതായാലും എന്തെങ്കിലും തിന്നണം എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് തിന്നണം എന്ത് തിന്നരുത് ഇതൊന്നും ആ മന്ദബുദ്ധിയായ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആശ്രമത്തിൽ താമസിക്കുന്ന ആ ബ്രാഹ്മണൻ സത്യമേ പറയൂ എന്നുള്ളത് മാത്രമാണ് ഇയാളുടെ ഗുണം. സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ഒരു ഗോപിലൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് അവിടെയുള്ള ആളുകൾ ഒരു പേര് കൊടുത്തു, സത്യവ്രതൻ. അതായത് ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല, ചെയ്യരുതാത്തതൊന്നും ചെയ്യില്ല, ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിർഭയനായിട്ട് സുഖമായിട്ട് അവിടെ കിടന്നിങ്ങനെ ഉറങ്ങും. അതായത് എന്നിട്ട് എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കഥാമേ മരണം ഭാവി ദുഃഖം ജീവാമി കാനനേ ജീവിതം ധിക്ഷമൂർഘസ്യ തരസാ മരണം ധ്രുവം. അത്ഭുതം തോന്നുന്ന ഒരു വസ്തുതയാണ്. അതായത് മറ്റുള്ളവരൊക്കെ മൂർഖരാണ് എന്ന് പറയുമ്പോൾ സ്വയം മൂർഖനാണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആർക്കും സംഭവിക്കാത്ത ഒരു സംഗതിയാണ്. പക്ഷെ ഇവൻ മനസ്സിലാക്കുന്നു, ഞാൻ മൂർഖനാണ്, എനിക്ക് എപ്പോഴാണ് മരണം സംഭവിക്കുക, ഈ കാട്ടിൽ എന്തൊരു കഷ്ടപ്പാടാണ്, ഞാൻ എത്ര കഷ്ടമാണ് ഒരു മൂർഖന്റെ ജീവിതം, വേഗം മരിക്കുകയാണ് എനിക്ക് വേണ്ടത് എന്ന് വെച്ച് ആത്മഹത്യക്കോട്ട് ശ്രമിക്കുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും
അതായത് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എന്തൊക്കെയോ കുറെ വാല്യൂസ് എങ്കിലും, അതായത് എന്തൊക്കെയോ കുറെ വിശ്വാസം, എന്തൊക്കെയോ കുറെ ജീവിതത്തിന്റെ വാല്യൂ അത് നിർബന്ധമായിട്ടും എത്രത്തോളം ഷഠനായിരുന്നാലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ദൈവമാണ് എന്നെ മൂർഖനാക്കിയത്, മറ്റൊരു കാരണവും ഞാൻ മൂർഖനാവാൻ ഞാൻ കാണുന്നില്ല. ഉന്നതമായിട്ടുള്ള ഒരു ജന്മം കിട്ടിയിട്ട് എനിക്കത് പാഴായി പോയി. അതായത് യഥാ വന്ധ്യാസ്വരൂപാച യഥാവാ നിഷ്ഫലോ ദ്രുമഃ അതുഗ്ധദോഹാധേനുശ്ച തഥാഹം നിഷ്ഫല കൃതഃ. മച്ചിയായ ഒരു സുന്ദരിയെ പോലെ, അതായത് മക്കളില്ലാത്ത ഒരു സ്ത്രീയെ, സുന്ദരിയായ സ്ത്രീയെ പോലെ, കായ്ക്കാത്ത മരം പോലെ, പാലില്ലാത്ത പശുവിനെ പോലെ എന്നെയും ദൈവം നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്നാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ, പിന്നെ അയാൾ ആലോചിക്കും, ഞാൻ എന്തിനാ ദൈവത്തെ നിന്ദിക്കുന്നത്? അതായത് ഞാൻ മൂർഖനായതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ മറ്റുള്ളവരിൽ അതിന്റെ ദോഷാരോപം നടത്തും. ഒന്നുകിൽ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ, കുട്ടികൾ അങ്ങനെ ചെയ്യുള്ളൂ, അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ തലയിൽ അതിന്റെ ഉത്തരദായിത്വം ഇട്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇയാൾ ആലോചിക്കുകയാണ്, വീണ്ടും വിചാരം ഉണ്ടാവുകയാണ്. കിം നു നിന്ദാമ്യഹം ദൈവം നൂനം കർമ്മ മമേദൃശം നദത്തം പുസ്തകം കൃത്വാ ബ്രാഹ്മണായ മഹാത്മനെ എന്നാണ്. അതായത് ഞാൻ എന്തിനു വേണ്ടിയാണ് ദൈവത്തെ നിന്ദിക്കുന്നത്? എന്റെ കർമ്മം എന്ന് പറയുന്നത് ഒരു കർമ്മഫലം ഇത്തരത്തിലുള്ളതാണ് എന്ന് വിചാരിച്ചാൽ പോരെ. അതായത് ഒരു പുസ്തകം ഉണ്ടാക്കി മഹാത്മാവായിട്ടുള്ള ഒരു ബ്രാഹ്മണന് ഞാൻ നൽകിയിട്ടില്ല. അതായത് പുസ്തകം പകർത്തി എഴുതിയിട്ടാണെങ്കിലും ഒരു ബ്രാഹ്മണന് നൽകുന്നത് അത് പുണ്യകർമ്മമാണ് എന്ന് എന്നുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ അതായത് കഴിഞ്ഞ ജന്മത്തെ ഞാൻ ആരെയെങ്കിലും ഒരു ഉത്തമ വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കർമ്മഫലം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചിരിക്കുന്നത് എന്നൊക്കെ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേരുണ്ട് സന്ധ്യാവന്ദനം ചെയ്യാത്തവര്, എത്ര പേരുണ്ട് നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങൾ ചെയ്യാത്തവര്. ഇവരെയൊക്കെ മൂർഖന്മാരായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവും നമുക്ക്. പക്ഷെ ഇദ്ദേഹം ഈ പറയുന്ന വേദം പഠിച്ചവർ എത്ര പേരുണ്ട്, പൂജാതി കർമ്മങ്ങൾ അറിയുന്നവർ എത്ര പേരുണ്ട്. അതുപോലെ ഇങ്ങനെ ഈ സംഗതികളൊക്കെ പഠിക്കുകയും ഈ സംഗതികൾ അനുഷ്ഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ മൂർഖരാണെങ്കിൽ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് അപ്പൊ ഇദ്ദേഹം വിചാരിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്? ഉത്തമ വിദ്യയൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ, അതുകൊണ്ട് ഞാൻ ഷഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചിരിക്കുകയാണ്. തന്നെയല്ല, ഒരു തീർത്ഥസ്ഥാനത്തും നിന്ന് ഞാൻ തപസ് ചെയ്തിട്ടുണ്ടാവുകയില്ല, ഞാൻ സജ്ജനങ്ങളെ സേവിച്ചിട്ടുണ്ടാവുകയില്ല, ധനം നൽകിയിട്ട് ആരെയും പൂജിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ദുർബുദ്ധിയായിട്ട് പിറക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ ഒരു വീണ്ടും വിചാരം അദ്ദേഹത്തിന് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദശാസ്ത്രാദികളുടെയൊക്കെ മറുകര കണ്ട മുനിമാർ അവര് ജീവിച്ചിരിക്കെ എന്തോ കാരണം കൊണ്ട്, ദൗർഭാഗ്യം കൊണ്ട് വെറും വിഡ്ഢിയായിട്ട് ഞാനും ജനിക്കേണ്ടി വന്നു. തപസ് ചെയ്യാൻ എനിക്കറിയില്ല, ഏത് സുഹൃത കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എല്ലാ സങ്കല്പങ്ങളൊക്കെ വ്യർത്ഥമാണ്, എന്റെ കർമ്മഫലമൊന്നും നല്ലതല്ല എന്നുള്ള തരത്തിൽ ആത്മാനം നിന്ദിച്ചുകൊണ്ട്, തന്നെ സ്വയം നിന്ദിച്ചുകൊണ്ട്, അതുകൊണ്ട് ഭാഗ്യമാണ് എല്ലാത്തിനും മീതെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥശൂന്യമാണ് എന്റെ ജീവിതം. പൗരുഷം എന്ന് പറയുന്നത് അർത്ഥശൂന്യം. അതായത് ഞാനൊരു പുരുഷനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് അത് അർത്ഥശൂന്യമാണ്. സ്വന്തം കഴിവ് കൊണ്ട് എല്ലാം നേടാം എന്ന് കരുതുന്നത് വെറുതെയാണ് എന്നാണ് അർത്ഥം. ഇങ്ങനെ വെറുതെ ചെയ്ത ഒരു പ്രവൃത്തിയായാലും ഭാഗ്യമുണ്ടെങ്കിൽ അത് ഫലവത്താകും, ഭാഗ്യമില്ലെങ്കിൽ ആ ശ്രമം നിഷ്ഫലം തന്നെയാണ് എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. അതായത് പിന്നെ പറയാണ്, ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാരും അതുപോലെ ശിവൻ, വിഷ്ണു തുടങ്ങിയവരൊക്കെയും ഈ ഒരു കാലത്തിന് അധീനമാണ്, കാലത്തെ അതിക്രമിക്കാൻ ആർക്കുമാവില്ല. ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള കുറെ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഈ ഏവം വിധാൻ വിതർക്കാംസ്തു കുർവാണോ ഹർനിശം ദ്വിജഃ
തത്ര ആശ്രമേ തീരെ ജാഹ്നവ്യാ പാവനേ സ്ഥലേ. ഇങ്ങനെ ഓരോ വ്യത്യസ്ത ചിന്തകളുമായിട്ട് പകൽ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. അതായത് ഒരു സമയത്ത് പിന്നെ എന്താണ്, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, അതെന്റെ വ്രതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്രതത്തെ അനുഷ്ഠിക്കുകയും അതേ സമയത്ത് ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള വീണ്ടും വിചാരം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ മുകളിൽ, അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും, നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുമ്പോൾ അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വന്ന് 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 അവസാനം എന്തുണ്ടായി, മറ്റൊന്നും ചിന്തിക്കാറില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തില് എപ്പോഴും ഒരു മനുഷ്യനെ ആരെങ്കിലും ആക്കി തീർക്കുന്നത് അയാളുടെ ചിന്താ പദ്ധതിയാണ്. ചിന്ത എന്ന് പറയുന്നത് ഏത് തരത്തിലേക്ക് പോകുന്നുവോ അതിനനുസരിച്ചാണ് അയാളുടെ കർമ്മവും കർമ്മഫലവും കർമ്മവാസനകളും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ചിന്തയ്ക്ക് ബാലൻസ്ഡ് ആയിട്ട് പോവാണ്. ഒരു ഓപ്പോസിറ്റ് ചിന്ത വന്നാൽ ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താ പ്രയോജനം എന്ന് തിരിച്ചു ചിന്തിക്കാനുള്ള ഒരു വിവേകം അതുണ്ടാവുക എന്ന് പറയുന്ന ആൾക്ക് കാലങ്ങൾ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അയാള് വിരക്തനായിട്ട് മാറും. ഇങ്ങനെ വിരക്ത സതു സഞ്ജാത സ്ഥിതസ്തത്ര ആശ്രമേ ദ്വിജഃ കാലാതിവാഹനം ശാന്ത ചകാര വിജനേ വനേ എന്നാണ്. അതായത് വിജനമായ വനപ്രദേശത്ത് ഉള്ള ആശ്രമത്തിൽ വസിച്ചുകൊണ്ട് ശാന്തനായിട്ട്, അതായത് ഒരു വിക്ഷോഭമില്ല, വികാര വിക്ഷോഭമൊന്നുമില്ലാതെ അദ്ദേഹം വിരക്തനായിട്ട് തീർന്നു. ഇങ്ങനെ തെളിഞ്ഞ വെള്ളമുള്ള ഒരു ആറ്റിൻകരയിലെ വനപ്രദേശത്ത് കെട്ടിയ ആശ്രമത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ 14 കൊല്ലം കടന്നുപോയി. പൂജയില്ല, ജപമില്ല, മന്ത്രം അറിഞ്ഞുകൂടാ, കാട്ടിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് മാത്രം പറയാം. അതായത് അദ്ദേഹത്തിന്റെ സത്യനിഷ്ഠയെ പറ്റി പക്ഷേ ലോകത്ത് വളരെ പ്രസിദ്ധമായി. സത്യം മാത്രം പറയുന്ന ഒരു മുനി എന്ന ഒരു പേരും അദ്ദേഹത്തിന് ലഭിച്ചു. അതായത് ഏതെങ്കിലും ഒരു വ്രതം, ഈ വ്രതം ജീവിതത്തിന്റെ ഒരു അനിഷേധ്യമായ എന്താ പറയുക നവീകരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. സത്യം പറയുക എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞുകൊള്ളാനും നിർബന്ധമൊന്നുമില്ലല്ലോ. സത്യം പറയുന്നത് കൊണ്ട് തന്നെ, സത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിന് മുനി എന്നുള്ള ഒരു പേര് ലഭിച്ചു. സ്വാഭാവികമായിട്ട് സത്യം കള്ളം പറയില്ലോ ഒരിക്കലും എന്നൊരു കീർത്തിയും അങ്ങനെ വന്ന സമയത്ത് ഒരു ദിവസം ഏത് മനുഷ്യനും എന്താണോ നമ്മുടെ വ്രതം, ആ വ്രതം തെറ്റിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു സംഗതി അത് അതിജീവിക്കുന്നുവോ മനുഷ്യൻ എന്നുള്ളതാണ്. അതായത് ഏത് വ്രതത്തെ ആയാലും, അതിപ്പോ ഏത് തരത്തിലുള്ള വ്രതത്തെയും ആ വ്രതം ഏത് സാഹചര്യത്തിലും പാലിക്കാൻ സാധിക്കുന്നുവോ എന്ന് തീർച്ചയായിട്ടും കാലത്തിനാൽ പരിശോധിക്കപ്പെടും എന്ന്. അതായത് ഭഗവാൻ പറഞ്ഞ പോലെ കാലോസ്മി ലോകക്ഷേകൃപ്രവൃത്ത എന്ന് പറഞ്ഞ പോലെ കാലം എന്ന് പറയുന്നത് ഒരു ഭഗവത് സ്വരൂപമാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ഒരു മുനിയായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് തത്രൈകദാതു മൃഗയാം രമമാണേവ പ്രാപ്തോ നിഷാദനിഷഠോ ധൃതചാപബാണഃ എന്നാണ്. ക്രീഡൻവനേതി വിപുലേ യമതുല്യദേഹ ക്രൂരാകൃതിർ ഹനനകർമ്മണി ചാതിദക്ഷഃ എന്നാണ്. ഹനനകർമ്മണി അതിദക്ഷഃ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ സമർത്ഥനായിട്ടുള്ള എന്നാണ് അർത്ഥം. അതായത് അതിവിസ്തൃതമായിട്ടുള്ള ആ വനത്തിൽ യമന്റെ ദേഹപ്രകൃതിയുള്ള ക്രൂരമായ ആകൃതിയുള്ള കൊല നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ചാതുര്യമുള്ള ഒരു കാട്ടാളൻ കയ്യിൽ അമ്പും വില്ലും ഒക്കെ ആയിട്ട് എന്താ പറയാ ഈ നായാട്ട് ചെയ്തുകൊണ്ട് ആ ഒരു വിനോദത്തിൽ മുഴുകി അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. ഇങ്ങനെ ഈ അമ്പും വില്ലും ഒക്കെ ആയിട്ടുള്ള ഈ കാട്ടാളൻ തൊടുത്തുവിട്ട അമ്പ് കൊണ്ട് മുറിവേറ്റ ഒരു പന്നി ഓടിക്കിതച്ചിട്ട് കോലഃ കിരാതേന ധനുർധരേണ പലായമാനോ ഭയവിഹ്വനശ്ച മുനേ സമീപം വിദ്രുതോ ജഗാമ എന്നാണ്. അതായത് ഓടിക്കിതച്ച് ഈ മുനിയുടെ അടുത്തേക്ക് മുനിയുടെ മുമ്പിൽ വന്ന് പെട്ടു ഈ ഒരു സൂകർ പന്നി. എന്നിട്ട് ദേഹമാകെ ചോര ഒലിപ്പിച്ച് വിറച്ച് ഈ ആശ്രമമുറ്റത്ത് എത്തിച്ചേർന്ന പന്നിയെ കണ്ടിട്ട് ഈ നമ്മുടെ മുനിക്ക് അത്യന്തം ദയാർദ്രചിത്തനായിട്ട് മാറി.
ഇങ്ങനെ അദ്ദേഹം ശരീരം മുറിഞ്ഞ് ചോര ഒലിപ്പിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ വന്നു പെട്ട പന്നിയെ കണ്ട മുനിയുടെ മനസ്സിൽ കാരുണ്യം എന്ന് പറയുന്നത് ഓളം വെട്ടി. അതായത് എന്താ പറയാ, ഈ എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ചഞ്ചലചിത്തനായി, അതായത് ഇതിനെ കണ്ടപ്പോ അപാരമായ കാരുണ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും അദ്ദേഹം പോലും അറിയാതെ സാരസ്വത ബീജം, അതായത് ഐ എന്നുള്ള മന്ത്രം അത് ഉച്ചരിച്ചു. സാരസ്വത ബീജമന്ത്രം അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നത് പുറത്തേക്ക് വന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു മന്ത്രം പണ്ട് പഠിച്ചിട്ടുള്ളതൊന്നും അല്ല ഈ സാരസ്വതം, കേട്ടിട്ടുള്ളതും അല്ല. ഭാഗ്യം കൊണ്ട് അങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ്. അപ്പൊ മൂഢനും ഈ ശോകനിമഗ്നനും ഒക്കെ ആയ ബ്രാഹ്മണന് അതൊരു ബീജമന്ത്രമാണ് എന്നുള്ള അറിവ് പോലും അദ്ദേഹത്തിനില്ല. പക്ഷെ ഈ ആശ്രമമുറ്റത്ത് കടന്ന പന്നി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ മനസ്സ് കലങ്ങി വിഷമിച്ച് അമ്പേറ്റ വേദന കൊണ്ട് വിറച്ച് ഇങ്ങനെ ഒരു വള്ളിക്കുടിലിൽ ചെന്ന് ഒളിച്ചു. ഇങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, തതക്ഷണാദാകരണാന്ത കൃഷ്ടം ചാപം ദധാനോധികരാളദേഹ പ്രാപ്തസ്തദന്തേ സചമൃഗ്യമാണോ നിഷാദരാജ കില കാനയേവ. നിമിഷത്തിനുള്ളിൽ ക്ഷണാത് ആകരണാന്ത ദൃഷ്ട, അതായത് ചെവിയോളം പിന്നിലേക്ക് ഈ ഞാണ് വലിച്ചു മുറുക്കിക്കൊണ്ട് കാലൻ തന്നെയാണോ എന്ന് തോന്നുമാറ് അതിഭയാനകമായി രൂപത്തോടു കൂടിയ ഒരു നിഷാദൻ ഈ പന്നിയെ അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തി. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഈ കാട്ടാളനും കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങ് സത്യവ്രതൻ ആണ്, വളരെ സത്യനിഷ്ഠനാണ് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് സുബ്രത മുനിയാണ് അങ്ങ് എന്ന് എനിക്കറിയാം. അങ്ങയുടെ എന്റെ ഇവിടെ ഇപ്പൊ ഞാൻ എന്റെ അമ്പേറ്റുകൊണ്ട് ഒരു പന്നി ഈ വഴിക്ക് വന്നിരുന്നു. അത് എങ്ങോട്ടാ പോയത്? അതായത് അമ്പേറ്റ പന്നി എവിടെയാണ്? എന്നിട്ട് അതിനോട് ഒരു എന്തിനാണ് പന്നി അന്വേഷിക്കുന്നത്? പന്നിയോട് അങ്ങേക്ക് ഒരു ഇതൊന്നും തോന്നേണ്ട ആവശ്യമില്ല, എന്താ കാരുണ്യൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്? എന്റെ കുടുംബം ആകെ ഇപ്പൊ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാട്ടിലേക്ക് വന്നത്. അപ്പൊ ഈ പന്നിയുടെ ഇറച്ചി കൊണ്ടുപോയിട്ട് അവരെ വളർത്താൻ വേണ്ടിയാണ്. അതായത് അതെന്റെ ധർമ്മമാണ്. വൃത്തിർമമൈഷാവിഹിതം വിധാത്ര നാന്യാസ്തി വിപ്രേന്തഋതം ബ്രവീമി ഭർത്തവ്യമേവേഹ കുടുംബമഞ്ജസ കേനാപ്യുപായേന ശുഭാശുഭേന എന്നാണ്. അതായത് എന്റെ തൊഴിലാണ്. അപ്പൊ അതിന് ഞാൻ അതിനെ മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ വിധിച്ചിരിക്കുന്ന കർമ്മമാണ്, മറ്റൊന്നല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന സത്യമാണ്. ആലോചിച്ച് നോക്കൂ, മഹാഭാരതത്തില് കൃത്യമായ ഒരു സന്ദർഭം വ്യാധന്റെ ഗീത ഉപദേശിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതായത് ഇറച്ചിവെട്ട ഒരു മോശമായ പ്രവൃത്തിയാണ് എന്ന് സാധാരണ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തൊഴിലാണ്. അപ്പൊ അത് യാതൊരു കർമ്മബന്ധവുമില്ലാതെ അദ്ദേഹം നിർവഹിക്കുന്നു. അതായത് കർമ്മത്തോട് ഫലകാംക്ഷയില്ലാതെ തന്റെ കുടുംബത്തൊഴിൽ നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹവും യോഗിയായി തീർന്ന കഥ മഹാഭാരതം പറയും. ഇതേപോലെ ഇദ്ദേഹം വളരെ എന്താ പറയാ ധാർമ്മിക പ്രഭാഷണം നടത്തുകയാണ്. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പന്നിയെ കൊന്നത്, അതുകൊണ്ട് കൊല്ലാൻ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തന്നോട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശുഭമാവട്ടെ അശുഭമാകട്ടെ ഏത് മാർഗം സ്വീകരിച്ചാലും ശരി നേരെ ചൊവ്വേ കുടുംബം ഭരിക്കുക തന്നെ വേണം എന്നാണ് ഈ വ്യാധൻ പറയുന്നത്. അതായത് കട്ടിട്ടായാലും കൊന്നിട്ടായാലും, അതായത് എന്താണ് ശരിക്കു പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും, അല്ലെ? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞ പോലെ ശുഭമോ അശുഭമോ ആരോ പറഞ്ഞ ഒരു വാചകമാണ്. ശുഭമോ അശുഭമോ ആയ ഏത് മാർഗം സ്വീകരിച്ചായാലും നേരെ ചൊവ്വേ കുടുംബം ഭരിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഇപ്പൊ സത്യം പറയൂ, അങ്ങ് സത്യവ്രതനാണല്ലോ. അപ്പൊ ഞാൻ സംരക്ഷിക്കേണ്ടവർ ഇപ്പോൾ വിശന്ന് വലയുകയാണ്. എന്റെ അമ്പേറ്റ് മുറിപ്പെട്ട പന്നി എവിടെ പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ, അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്ന്
പറഞ്ഞപ്പോ വല്ലാത്ത ധർമ്മസങ്കടം. കാരണം എന്താ, വ്യാധന്റെ കുടുംബത്തെ രക്ഷിക്കേണ്ടത് എന്റെ കർത്തവ്യമാണോ? അതുകൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? മറിച്ച് ഈ മുറിയേറ്റ് ജീവിതം അവസാനിക്കാൻ പോകുന്ന ഈ പന്നിയെ സംരക്ഷിക്കേണ്ടതും എന്റെ ചുമതലയല്ലേ? ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ട ഈ മുനി സത്യമായിട്ടായാലും അസത്യമായിട്ടായാലും ഞാനിത് എങ്ങനെ പറയും? അതായത് ഈ വിശപ്പ് കൊണ്ട് പൊരിയുന്നവൻ ചോദിച്ചിരിക്കുകയല്ലേ, ഇപ്പൊ കണ്ടാൽ ഇവൻ അതിനെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ചിന്തയിലുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇവിടെ പറയുന്നു. സത്യം ന സത്യം ഖലു യത്ര ഹിംസ ദയാന്വിതം ചാമൃതമേവ സത്യം ഹിതം നരാണാം ഭവതി ഹയേന തദേവ സത്യം ന തഥാന്യഥൈവ. അതായത് ഹിംസയോട് ബന്ധപ്പെടാത്ത സത്യം മാത്രമേ സത്യമാവുകയുള്ളൂ. ദയോട് കൂടിയതാണെങ്കിലും അസത്യവും സത്യമാവും. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അതായത് ഹിംസയോട് ബന്ധപ്പെടാത്ത സത്യം മാത്രമേ സത്യമാവുകയുള്ളൂ. ദയയോടുകൂടിയാണെങ്കിൽ പോലും അസത്യവും സത്യമാവും. എങ്ങനെയായാലാണോ മനുഷ്യർക്ക് ഹിതമുണ്ടാകുന്നത് അത് തന്നെയാണ് സത്യം, മറിച്ചുള്ളതല്ല എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പൊ ഒന്നിന് മറ്റൊന്ന് വിരുദ്ധമായിട്ട് വന്നാൽ അതെങ്ങനെ ഹിതമാവും? ഇതിന്റെ ഉത്തരം എങ്ങനെ അസത്യമാവാതിരിക്കും? ഇങ്ങനെ വിചാരിച്ച് ധർമ്മസങ്കടത്തിൽപ്പെട്ട ഈ ബ്രാഹ്മണന് ആ സന്ദർഭത്തിൽ ഉചിതമായി പറയാൻ തക്ക ഒരു വാക്ക് പോലും കിട്ടിയില്ല. അപ്പൊ തന്നെയല്ല, ഇവിടെ ഈ ഇത് പറയും, ബാണാഹതം വീക്ഷ്യ ദയാന്വിതം ച കോലം തദന്തേ സമുദാഹൃതം വച തേന പ്രസന്നാമിജ ബീജതഃ ശിവ വിദ്യാം ദുരൂപാം പ്രദദൗ ച തസ്മൈ. അമ്പേറ്റ് അത്യന്തം ദയനീയയായി തീർന്ന ഈ പന്നിയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് ഇങ്ങനെ ഉതിർന്നു വീഴുകയാണ്. അത് ഒരു ബീജാക്ഷരമായതുകൊണ്ട് മംഗളരൂപിണിയായ ദേവി പ്രസാദിച്ചുകൊണ്ട് ആ ബ്രാഹ്മണന് ദുഷ്പ്രാപയായിട്ടുള്ള ഒരു വിദ്യയെ, അദ്ദേഹം പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യയെ അദ്ദേഹത്തിന് നൽകി എന്നാണ്. അതായത് ബീജോച്ചാരണതോ ദേവ്യ വിദ്യാ പ്രസ്ഫുരിതാഖില വാൽമീകേശ്ച യഥാ പൂർവം തഥാ സഹ്യഭവത് കവിഹി എന്നാണ്. അതായത് ദേവിയുടെ ബീജോച്ചാരണം കൊണ്ട് അഖില വിദ്യകളും അദ്ദേഹത്തിന് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഈ വാൽമീകി പണ്ട് എങ്ങനെയോ അതുപോലെ അദ്ദേഹവും കവിയായി തീർന്നു. വെറും ഐം എന്നുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഈ മുനി കവിയായി തീർന്നു. എങ്ങനെയാണോ രാമ 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 ഉച്ചരിച്ചുകൊണ്ട് വാൽമീകി കവിയായി തീർന്നത്, അതുപോലെ ഇങ്ങനെ അപ്പൊ അങ്ങനെ അദ്ദേഹം കവിയായി തീർന്നു. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വാൽമീകി പണ്ട് അദ്ദേഹം പോലും അറിയാതെ ഉതിർന്നു വീണു ശ്ലോകത്വമാഗത എന്നാണ് രാമായണത്തെ കുറിച്ച് പറയുക. അതേപോലെ ഇവിടെയും തമുവാച ദ്വിജോ വ്യാധം സമ്മുഖസ്ഥം ധനുർധരം സത്യകാമസ്തു ധർമാത്മാ ശ്ലോകമേകം ദയാപര. വില്ലും അമ്പും ധരിച്ച് മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു വ്യാധനോട് സത്യകാമൻ ഒരു ശ്ലോക രൂപത്തിൽ പറഞ്ഞു. എന്താണ്? യാ പശ്യതി ന സാ ബ്രൂതേ യാ ബ്രൂതേ സാ ന പശ്യതി അഹോ വ്യാധ സ്വകാര്യാർത്ഥിൻ കിം പൃച്ഛസി പുനഃ പുനഃ എന്നാണ്. അതായത് ശ്ലോകത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: കാണുന്നത് പറയില്ല, കാണുന്നത് പറയുന്നില്ല, പറയുന്നത് കാണുന്നുമില്ല. യാ പശ്യതി സാ ന ബ്രൂതേ, കാണുന്നത് പറയുന്നില്ല. യാ ബ്രൂതേ സാ ന പശ്യതി, ആരാണോ പറയുന്നത് കാണുന്നുമില്ല. അതുകൊണ്ട് അഹോ വ്യാധ, അല്ലയോ വ്യാധ, സ്വകാര്യാർത്ഥിൻ കിം പൃച്ഛതി കിം പൃച്ഛസി പുനഃ പുനഃ എന്നാണ്. അതായത് ഇതിന്റെ അർത്ഥം എന്താ? എന്തിനാ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാണ്. അതായത് എന്താ ഈ പറയുന്നത്? കാണുന്നത് പറയുന്നില്ല, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കാണുന്നത് ആരാണ്? കണ്ണാണ് കാണുന്നത്. കണ്ണിന് പറയാൻ കഴിയില്ല, അതാണ് കാണുന്നത് പറയുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം. കാണുന്നത് പറയുന്നില്ല, കണ്ണുകൊണ്ടാണല്ലോ കാണുന്നത്.
ആ കണ്ണ് എന്ത് ചെയ്യില്ല, പറയില്ല. പിന്നെയോ പറയുന്നത് ആരാണ്? നാവാണ് പറയുന്നത്. ആ നാവിനോ കാണാനും കഴിയില്ല. അതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അതായത് കണ്ണുകൊണ്ട് കാണുന്നു, ആ കണ്ണിന് പറയാൻ കഴിയില്ല. പിന്നെയോ പറയുന്നത് ആരാണ്? നാവാണ്. ആ പറയുന്ന നാവിനോ കാണാനും കഴിയില്ല. അപ്പൊ പന്നി എവിടെ പോയി എന്നുള്ളത് കണ്ടതാരാണ്? കണ്ണാണ്. ആ കണ്ണിന് ആ കാര്യം പറയാൻ കഴിയില്ല. പന്നി എവിടെ എന്ന് പറയേണ്ടത് ആരാണ്? നാവാണ്. അതുകൊണ്ട് ആ നാവ് പന്നിയോട്ട് കണ്ടതുമില്ല. അപ്പൊ നാവ് കാണാതെ പറയുന്നതാണ്, അത് അസത്യമാണ്. ഞാൻ സത്യവ്രതനാണ്, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത്? ഇതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. വളരെ ബുദ്ധിയുക്തമായ ഒരു ഉത്തരം. എന്നിട്ട് അപ്പൊ ആത്മാവിനെ ദർശിച്ചവർക്ക് ഇവിടെ വളരെ പ്രധാനമായിട്ട് കാണേണ്ട ഒരു സംഗതി അതാണ്. ആത്മാവിനെ ദർശിച്ചവർക്ക് പറയാൻ സാധിക്കുകയില്ല, അത് അവാച്യമാണ്. ആത്മാവിനെ പറ്റി പറയുന്നവരാവട്ടെ അതിനെയൊട്ട് കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പൊ ദർശിച്ചിരുന്നുവെങ്കിൽ പറയാമായിരുന്നു. അതുകൊണ്ട് അല്ലയോ വ്യാധ, നീ സ്വന്തം കാര്യം നേടാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ആത്മാവിനെ നീ സ്വയം ദർശിക്കൂ എന്ന്. നീ സ്വന്തം പോയി കാണൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഒരു കഥയിലൂടെ, ഒരു സാധാരണ കഥയിലൂടെ മഹത്തായ ഒരു തത്വദർശനത്തെ പറയുന്നത് എന്ന് നോക്കൂ. അതുകൊണ്ട് എന്താണ്, ആലോചിച്ച് നോക്കൂ, ഈ ആത്മാവിനെ ദർശിച്ചവർക്ക്, ആത്മസത്യത്തെ അറിഞ്ഞവർക്ക്, അതായത് സത്യം സാക്ഷാത്കരിച്ചവർക്ക്, അവരെ സംബന്ധിച്ച് അവരൊരിക്കലും ഒന്നും പറയില്ല. കാരണം എന്താ? അവർക്ക് പറയാൻ സാധിക്കില്ല. അത്രയേറെ അതിലാണ്ട് മുങ്ങിക്കിടക്കുന്നവരായിരിക്കും അവർ. അത്രയേറെ അത് അനുഭവിക്കുന്നവരാണ്. മേൽപ്പത്തിലൊക്കെ പറയും, തത് സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിത. അതായത് ആ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു ആനന്ദാതിരേകമാണ്. ആ ആനന്ദത്തിൽ മുങ്ങിക്കുളിച്ചവന് പിന്നെ വായെന്നൊന്നും നിർഗമിക്കില്ല. അവൻ അതായിട്ട് ജീവിക്കും. ബ്രഹ്മസ്വരൂപമായിട്ട് വിളങ്ങുന്നവനാണ്. അവന് പറയാൻ സാധിക്കില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനെ ദർശിച്ചവരായിരിക്കില്ല എന്നാണ്. അതുകൊണ്ട് അല്ലയോ വ്യാധ, നീ സ്വന്തം കാര്യം നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആത്മാവിനെ സ്വയം കാണാൻ ശ്രമിക്കൂ എന്നാണ്. ആത്മാവിനെ കണ്ട്, സ്വയം കണ്ട് നീ അതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇങ്ങനെ, അതായത് എന്താണ് ആത്മാവ് എന്ന്, ഈ പന്നിയെയാണ് അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിന്റെ സംസാരം അവിടെ അവസാനിക്കും. സംസാര ദുഃഖം, സംസാരത്തിന് വേണ്ടിയാണല്ലോ നീ ഇത്രയും ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നാണ്. ഇങ്ങനെയാണ് ഉദധ്യൻ എന്ന് പറയുന്ന ഇദ്ദേഹം കവിയായി തീർന്നു എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിൽ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഉദധ്യൻ പറഞ്ഞത് കേട്ടിട്ട് ഈ പശു മൃഗങ്ങളെയൊക്കെ കൊന്ന് ജീവൻ കഴിക്കുന്ന ഈ ഒരു കാട്ടാളൻ അവിടെ നിന്ന് ആശ കൈവിട്ട് തന്റെ കുടിലേക്ക് തിരിച്ചുപോയി എന്നാണ്. ബ്രാഹ്മണസ്തു കവിർജാത, ഇങ്ങനെ അദ്ദേഹം കവിയായിട്ട് മാറി. അപ്പൊ കവിയായിട്ട് മാറി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു കീർത്തി എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, പരയും ആദിശക്തിയുമായിട്ടുള്ള ആ ദേവിയെ ഭക്തിയോടെ സദാ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടതാണ്. അവൾ തന്നെയാണ് ഈ ജഗത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിൽ ഒരുപാട് ഭാഗങ്ങളിൽ ദേവി മാഹാത്മ്യത്തെ വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് വർണ്ണിക്കുന്നു. പിന്നെ എന്താണ്, തന്നെയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ജനാൻ ആർത്താൻ തഥാ മൂർഖാൻ പീഡിതാൻ വൈരിഭി സദാ ദാസാൻ ആജ്ഞാകരാൻ ക്ഷുദ്രാൻ വികലാൻ വിഹ്വലാനഥ അതൃപ്താൻ ഭോജനേ ഭോഗേ സദാർത്താൻ അജിതേന്ദ്രിയാൻ തൃഷ്ണാധികാൻ അശക്താംശ്ച സദാധിപരിപീഡിതാൻ. അതായത് ആർത്തന്മാര്, മൂർഖന്മാര്, ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടവര്, ഭൃത്യന്മാര്, കിങ്കരന്മാര്, പിശുക്കന്മാര്, അംഗവൈകല്യമുള്ളവര്, പലതരത്തിലുള്ള ഭക്ഷണത്തിൽ താല്പര്യമുള്ളവര്, ഭോഗത്തിൽ ഒക്കെ എത്രത്തോളം അനുഭവിച്ചാലും അതിലൊക്കെ അതൃപ്തരായിട്ടിരിക്കുന്നവര്, ഇങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം വരാത്തവര്, ഇങ്ങനെയൊക്കെ ഉള്ളവരോട്
അതുപോലെ വിഭവം എന്താണ്, തഥാ വിഭവ സമ്പന്നാൻ പുത്രപൗത്ര വിവർദ്ധനാൻ, വിഭവ സമ്പന്നന്മാരും പുത്രപൗത്രാദികൾ ഉള്ളവരും ദേഹപുഷ്ടിയുള്ളവരും ഭോഗസൗഖ്യമുള്ളവരും വേദജ്ഞരും ഇങ്ങനെ സർവലക്ഷണങ്ങളൊക്കെ തികഞ്ഞവരും, അതായത് ഇവരെയൊക്കെ അന്വയ വ്യതിരേക ബുദ്ധ്യ വിദ്വാൻമാർ തിരിച്ചറിയപ്പെടേണ്ടവരുമാണ്, അനുഭാവപൂർവം കരുതപ്പെടേണ്ടവരാണ്. അങ്ങനെ ആയിത്തീരാൻ കാരണം അവർ സർവാർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള മംഗളസ്വരൂപിണിയായ ദേവിയെ ഭജിച്ചില്ല എന്നുള്ളത്. അതായത് അനുകമ്പാപൂർവമേ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ പെരുമാറാൻ പാടുള്ളൂ എന്നാണ്. ക്രോധം കൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നിന്ദിച്ചുകൊണ്ടോ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വിവേകശൂന്യരായ ആളുകളോട് ഒരു കാരണവശാലും, ഈവൻ നമ്മുടെ പരിചാരകരോട് പോലും ഒരു കാരണവശാലും മോശമായിട്ട് പെരുമാറാൻ പാടില്ല. കാരണം അവരങ്ങനെ ആയിത്തീരാൻ കാരണം മംഗളസ്വരൂപിണിയായിട്ടുള്ള ദേവിയെ അവർ ഭജിച്ചില്ല എന്നതാണ് എന്ന് അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അനുമാനിക്കാം എന്നാണ്. അതായത് സദാ ഭഗവതിയെ ആരാധിച്ചിട്ടുള്ളവരാണ് ഇവരെ വിവേകബുദ്ധ്യ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതായത് ലോകത്ത് ഉള്ള വിരുദ്ധ ദ്വന്ദ്വങ്ങളെ, അതായത് എന്താണ്, ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി ഇല്ലാത്തവരുണ്ടാവും, എന്താണ്, അതുപോലെ ഏത് നല്ലവരുണ്ടെങ്കിൽ ചീത്ത ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ വൈരുദ്ധ്യം, ഈ ദ്വന്ദ്വം എന്ന് പറയുന്നത് ഇരുട്ട് പ്രകാശം, ഈ ദ്വന്ദ്വം ലോകത്ത് നിലവിലുള്ളത് തന്നെയാണ്. ഇരുട്ട് എപ്പോഴാണ്, പ്രകാശം നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഇരുട്ടുണ്ടാകുമ്പോൾ മാത്രമാണ് പ്രകാശത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ ദ്വന്ദ്വങ്ങൾ അത് ലോകത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാനും വിവേകബുദ്ധിയോടുകൂടി അവരോട് പെരുമാറാനുമുള്ള ഒരു ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ആരാധനാ സമ്പ്രദായം കൊണ്ട് ഒരു മനുഷ്യന്റെ അന്തരാത്മാവിന് വരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ ഇവിടെ അവസാനിപ്പിക്കുക.